ഗുജറാത്ത് കലാപത്തിന്റെ നേർക്കാഴ്ചകളാണോ എമ്പുരാൻ സിനിമ? എന്തുകൊണ്ടാണ് എമ്പുരാനെ എതിർക്കുന്നത്? സെക്കുലർ രാഷ്ട്രീയ പ്രവർത്തകരും ജനകീയ കമ്മീഷനുകളും കണ്ടെത്തിയ ഗുജറാത്ത് കലാപത്തിന്റെ നേർക്കാഴ്ച വിവരിക്കുന്ന എമ്പുരാൻ ഇറങ്ങിയതിനു പിന്നാലെ നരോദ പാട്ടിയ സംഭവവും ബാബു ബജ്രംഗിയും ഗുജറാത്ത് കലാപവുമെല്ലാം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് എമ്പുരാനെതിരെ പ്രതിഷേധം ഉയരുവാനുള്ള കാരണവും. ബാബു ബജ്രംഗിയുമായി വളരെയധികം സാമ്യമുള്ള ഒരു കഥാപാത്രം സിനിമയിലുണ്ട്. എന്താണ് ഗോദ്ര സംഭവം, നരോദ പാട്ടിയ സംഭവം? ആരാണ് ബാബു ബജ്രംഗി? എന്താണ് ഗുജറാത്ത് കലാപം? 23 വർഷം പിന്നിട്ട് ഗുജറാത്ത് കലാപത്തെ ഭയപ്പാടോടെ മാത്രമേ നോക്കിക്കാണാനാകൂ. കാരണം അത്രമേൽ ഭീകരമായ ഒരു ചരിത്രമാണ് ഗുജറാത്ത് കലാപത്തിനുള്ളത്. 2002 ഫെബ്രുവരി 27 രാവിലെ സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോദ്ര ജംഗ്ഷൻ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഏകദേശം 5 മണിക്കൂർ വൈകിയിരുന്നു. വെളുപ്പിന് 2:55 എത്തേണ്ട ട്രെയിൻ ഗോദ്ര സ്റ്റേഷനിൽ എത്തിയത് 7:43 സീറ്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം 800ഓളം യാത്രക്കാർക്ക് സബർമതി എക്സ്പ്രസിൽ സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ട്രെയിനിൽ വലിയ തിരക്കും ഇരട്ടിയോളം യാത്രക്കാരും അന്നുണ്ടായിരുന്നു. യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്നും മടങ്ങുന്ന കർസേവകരായിരുന്നു. ട്രെയിനിൽ ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു. കർസേവകരും സ്റ്റേഷനിലുണ്ടായ മുസ്ലിം കടക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോയി. അപ്രതീക്ഷിതമായി ആരോ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തി. അവിടെ ഒരു ആൾക്കൂട്ടം ട്രെയിനിന് നേരെ നടന്നെടുത്തു. ആ സമയത്താണ് ട്രെയിനിന്റെ ഒരു ബോഗി കത്തി നശിക്കുന്നതും 59 പേർ മരണപ്പെടുന്നതും. ഗോദ്രയുടെ തുടർച്ചയായി ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും നടമാടി. അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം വിവിധ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. ആക്രമണങ്ങളിൽ 1000ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് പറയുന്നത്. എന്നാൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം മരണം 2000-ൽ അധികമാണെന്നാണ് പറയുന്നത്. കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു. രാജ്യാന്തര തലത്തിൽ വരെ ചർച്ചയായ ഗുജറാത്ത് കലാപം പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായി. കലാപം നടന്നിടത്തടക്കം മുന്നിലെത്തിക്കൊണ്ട് ഗുജറാത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തി. ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറിയത് ഇന്നിന്റെ ചരിത്രം. ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരുകൾ നൽകിയ മറ്റൊരു സംഭവമായി ഗുജറാത്ത് കലാപം മാറി. ഗുജറാത്ത് കലാപത്തിന് ഇരയായവരുടെ നിലവിളികൾ പോലെ ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഇരകളാക്കപ്പെട്ടവരുടെ ആ നിലവിളികൾ പിന്തുടർന്നു വരുമെന്ന പോലെ ഏറ്റവും ഒടുവിൽ അതിന് കാരണമായിരിക്കുന്നത് എമ്പുരാൻ സിനിമയാണ്. ഇതുപോലെ തന്നെ നടന്ന ഒരു സംഭവമായിരുന്നു നരോദ പാട്ടിയ കൂട്ടക്കൊല. ഗുജറാത്ത് കലാപ സമയത്ത് അഹമ്മദാബാദിന് അടുത്തുള്ള നരോദയിൽ 2002 ഫെബ്രുവരി 28 നടന്ന കൂട്ടവംശഹത്യയാണ് നരോദ പാട്ടിയ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഈ വംശഹത്യയിൽ ജനക്കൂട്ടം 97 മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗോദ്ര തീവണ്ടി തീവെപ്പ് സംഭവത്തിന് തൊട്ടടുത്ത ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ച ബന്ധുദിനത്തിലാണ് ഈ കൂട്ടക്കൊല നടന്നത്. ഗോദ്ര സംഭവത്തിന് ശേഷം 10 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ കലാപത്തിൽ കൂട്ടബലാത്സംഗം, മാനഭംഗം, ആളുകളെ ഒറ്റയ്ക്കും കൂട്ടമായും തീവച്ച് കൊലപ്പെടുത്തി കടകളും വീടുകളും സ്ഥാപനങ്ങളും നശിപ്പിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്തു എന്നീ വിവിധ കൃത്യങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് കർഫ്യൂ ഏർപ്പെടുത്തുകയും അക്രമം അമർച്ച ചെയ്യുവാൻ കേന്ദ്ര സൈന്യത്തെ വിളിക്കുകയും ചെയ്തു. 2002-ലെ ഗുജറാത്ത് കലാപ സമയത്ത് നടന്ന ആക്രമണങ്ങളിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു. എമ്പുരാൻ എന്ന സിനിമയിലൂടെ വീണ്ടും ശ്രദ്ധയാകർഷിച്ച ഒരു പേരാണ് ബാബു ബജ്രംഗി. ആരാണ് ഇയാൾ? എന്താണ് കലാപവുമായുള്ള ഇയാളുടെ ബന്ധം? നരോദ പാട്ടിയയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ് നരോദഗാം. 2002 ഫെബ്രുവരി 28-ലെ നരോദഗാം കൂട്ടക്കൊലയിൽ 11 പേരെയാണ് ചുട്ടുകൊന്നത്. ആ കൂട്ടക്കൊലയുടെ സൂത്രധാരനായി അന്ന് ആരോപിക്കപ്പെട്ടത് ബജ്രംഗദൾ നേതാവായ ബാബു ബജ്രംഗി എന്ന ബാബുഭായ് പട്ടേലാണ്. നരോദഗാമിൽ അന്ന് 3 സ്ത്രീകളും 1 പെൺകുട്ടിയും 7 പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സബർമതി എക്സ്പ്രസിൽ 59 യാത്രക്കാർ ഗോദ്രയിൽ വെന്തു മരിച്ചതിൽ നിന്നാണ് കലാപങ്ങളുടെ തുടക്കം. കർസേവകർ ഉൾപ്പെട്ട ട്രെയിനിന് മുസ്ലിങ്ങൾ തീയിട്ടെന്ന വാർത്ത പരന്നതോടെ അത് ഗുജറാത്തിൽ ഒരു കലാപത്തിന് വഴി തുറന്നു. വ്യാപകമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. 2 ലക്ഷത്തിലധികം പേർ വീട് വിട്ടോടി. ഒട്ടേറെ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി.
സബർമതി എക്സ്പ്രസിന് തീയിട്ടതിന്റെ പിറ്റേ ദിവസമായിരുന്നു നരോദ പാട്ടിയയിലെ കൂട്ടക്കൊല. ഇതിന്റെ ആസൂത്രകനായിട്ടാണ് ബാബു ബജ്രംഗി അറിയപ്പെടുന്നത്. നരോദ പാട്ടി കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് 2007 തെഹൽക ബജ്രംഗിയുമായി ഒരു ഒളിക്യാമറ അഭിമുഖം നടത്തി. നരോദ പാട്ടി കൂട്ടക്കൊലയിൽ തനിക്കുള്ള പങ്കിനെ കുറിച്ച് ബജ്രംഗി ഈ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഒരു കട പോലും ഒഴിവാക്കിയില്ല, എല്ലാം നശിപ്പിച്ചു, തീയിട്ടു. എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ, എന്നെ തൂക്കിലേറ്റിയാലും പ്രശ്നമില്ല, കൊല്ലുന്നതിന് മുൻപ് എനിക്ക് 2 ദിവസം തരണം. ഞാൻ ജുഹാപുരയിലേക്ക് പോകും. ആ ദിവസം ആഘോഷിക്കാൻ 7-8 ലക്ഷം മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവരെ ഞാൻ അവസാനിപ്പിക്കും. കുറെ പേർ കൂടി മരിക്കട്ടെ. ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു ബജ്രംഗിയുടെ വാക്കുകൾ. 2012 നരോദ പാട്ടി കൂട്ടക്കൊല കേസിൽ പ്രത്യേക കോടതി ബാബു ബജ്രംഗിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ബാബു ബജ്രംഗിയും ഗുജറാത്ത് മന്ത്രിയായ കോഡ്നാനിയും ഉൾപ്പെടെ 86 പേരായിരുന്നു പ്രതികൾ. കൂട്ടക്കൊല നടന്ന് 8 വർഷത്തിനു ശേഷമാണ് വിചാരണ ആരംഭിച്ചത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് 2019 സുപ്രീം കോടതി ബജ്രംഗിക്ക് ജാമ്യം അനുവദിച്ചു. 2016 വരെ സ്വന്തം അനാരോഗ്യവും ഭാര്യയുടെ അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഇയാൾ 14 തവണ ജാമ്യത്തിലിറങ്ങി. പെൺകുട്ടികൾ സ്വന്തം സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്നത് തടയുവാൻ ബാബു ബജ്രംഗി നവചേതൻ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടനയും നടത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത്. മിശ്ര വിവാഹങ്ങൾ എന്തു വില കൊടുത്തും ഇല്ലാതാക്കുവാൻ ബജ്രംഗി ശ്രമിച്ചിരുന്നതായി ഫ്രണ്ട് ലൈൻ മാസിക റിപ്പോർട്ട് ചെയ്തിരുന്നു. 700-ലധികം മിശ്ര വിവാഹങ്ങൾ തടഞ്ഞു എന്ന ബജ്രംഗിയുടെ അവകാശവാദവും അന്നത്തെ ഫ്രണ്ട് ലൈൻ റിപ്പോർട്ടിലുണ്ട്. നരോദ ഗാങ് കൂട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും 2023 ഏപ്രിലിൽ കോടതി വെറുതെ വിട്ടു. ആരും കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ ആരാണ് 11 പേരെ ചുട്ടുകരിച്ചതെന്ന ചോദ്യം അവശേഷിക്കുന്നു. ബജ്രംഗി ബൽദേവായി പുതിയ എമ്പുരാൻ എത്തുമ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.